നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി ടുഡേ ഇമ്പാക്ട്. ദേശീയപാത അധികൃതർക്ക് ഒടുവിൽ ബോധോദയം വന്നു. കൂര്യാട് ദേശീയപാതയിൽ നിശ്ചിത വാഹനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയ നിയന്ത്രണ ബോർഡ് എടുത്തുമാറ്റി. ദേശീയപാതയിൽ കൂര്യാട് പഴയ പാലത്തിന് സമീപം ദേശീയപാത അധികൃതർ സ്ഥാപിച്ച ബോർഡാണ് നീക്കം ചെയ്തത്. നേരത്തെ ഇത് സംബന്ധിച്ച് തിരൂരങ്ങാടി ടുഡേ വാർത്ത നൽകിയിരുന്നു. ഇരുചക്ര വാഹനങ്ങൾ, ഓട്ടോറിക്ഷ, ട്രാക്ടർ എന്നീ വാഹനങ്ങൾക്കും വഴിയാത്രക്കാർക്കും പ്രവേശനം വിലക്കിക്കൊണ്ടുള്ള ബോർഡാണ് ഇവിടെ സ്ഥാപിച്ചിരുന്നത്. ഇവർ പുതിയ 6 വരിപ്പാതയിലേക്ക് കയറുന്നതിനാണ് വിലക്കുണ്ടായിരുന്നത്. ദേശീയപാത കൂര്യാട് പാലത്തിന് സമീപം വെച്ച ബോർഡ് കാൽനടയാത്രക്കാർക്കും ഓട്ടോ, ബൈക്ക്, ട്രാക്ടർ എന്നിവ തുടങ്ങിയ ആളുകൾക്ക് മെയിൻ റോഡിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് മാധ്യമങ്ങൾ ഏറ്റെടുത്ത് വിവാദമായ ആ ബോർഡ് ഇന്ന് 10/8/2025 എടുത്തു മാറ്റാൻ വേണ്ടി ഉദ്യോഗസ്ഥർ പണിക്കാരെ അയച്ച് അത് എടുത്തു മാറ്റുന്ന അതാണ് നമ്മൾ കാണുന്നത്. കക്കാട് നിന്നും കൂര്യാടേക്ക് വരുമ്പോൾ ഇടുങ്ങിയ പാലത്തിലേക്കാണ് സർവീസ് റോഡും 6 വരിപ്പാതയിലെ 3 വരിപ്പാതയും വന്നു ചേരുന്നത്. 4 വരിപ്പാതകൾ സംഗമിക്കുന്നത് 2 വരിപ്പാതയിലേക്കാണ്. നേരത്തെ ഉണ്ടായിരുന്ന കൂര്യാട് പാലം അതേപടി നിലനിർത്തി ചെറിയ അറ്റകുറ്റപ്പണി നടത്തിയാണ് ഈ പാലം 6 വരിപ്പാതയുടെ ഭാഗമാക്കിയത്. അതേസമയം ഈ സ്ഥലത്ത് സർവീസ് റോഡ് സ്ഥാപിച്ചിട്ടുമില്ല. എന്നിരിക്കെയാണ് നിർദ്ദിഷ്ട വാഹനങ്ങൾക്ക് 6 വരിപ്പാതയിലേക്ക് പ്രവേശനമില്ലെന്ന സൂചനാ ബോർഡ് സ്ഥാപിച്ചിരുന്നത്. 2 വരിപ്പാത മാത്രമുള്ള പാലത്തിലേക്ക് 3 വരിപ്പാതയും ഒപ്പം സർവീസ് റോഡും വന്നു ചേരുന്നതിലൂടെ അപകടങ്ങളും ഇവിടെ പതിവാണ്. ഇതിനിടെയാണ് പാലം വീതി കൂട്ടാതെയും പുഴയ്ക്ക് കുറുകെ സർവീസ് റോഡ് പോലും സ്ഥാപിക്കാതെയും ഇരുചക്ര, മുച്ചക്ര വാഹനങ്ങൾക്ക് പ്രവേശനമില്ല എന്ന സൂചനാ ബോർഡ് അധികൃതർ സ്ഥാപിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഞായറാഴ്ച ദേശീയപാത അധികൃതർ ബോർഡ് നീക്കം ചെയ്തത്. അതേസമയം പാലത്തിൻ്റെ വീതി കൂട്ടണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി. അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ? അതും സൗജന്യമായി. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? 2025 ജൂലൈ 1 മുതൽ 2026 ഓഗസ്റ്റ് 30 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വാ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 30 പേർക്കാണ് സുവർണാവസരം. ഈ വർഷകാലയളവിനെ 3 ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും. ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മാട് തൂബ ജ്വല്ലറി സന്ദർശിക്കും.